ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. പുകവലി ക്യാൻസർ ഉണ്ടാക്കും, ഹൃദയരോഗങ്ങൾ ഉണ്ടാക്കും, ഹാർട്ട് അറ്റാക്കിന് കാരണമാവും, ശ്വാസതടസ്സമുണ്ടാക്കും, വളരെ മാരകമായിട്ടുള്ള COPD, പൾമണറി ഫൈബ്രോസിസ് എന്ന് പറയുന്ന ശ്വാസകോശത്തിൻ്റെ അസുഖങ്ങളുണ്ടാക്കും. ഈ പറയുന്ന പുകവലി നമ്മുടെ മാനസികമായിട്ടുള്ള പല അസുഖങ്ങളും ഉണ്ടാക്കും. ആങ്സൈറ്റി, ഡിപ്രഷൻ, ഒരു ഉണർവ് കുറവ്, അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് പുകവലി. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കും, ഒരു പ്രമേഹ രോഗം ഉണ്ടാക്കുന്നതിൽ സഹായിക്കും, അതുപോലെ തന്നെ നമ്മുടെ എല്ലിൻ്റെ ശക്തിയെ കുറക്കും. ഇങ്ങനെ പുകവലിയുടെ ഹാനികരമായിട്ടുള്ള ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പുകവലിക്കുന്നവർക്കും ഈ കാര്യം വളരെ കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വലിയ ലിസ്റ്റ്, ഒരു പുകവലി 1000 അസുഖം വരെ ഉണ്ടാക്കുമെന്നുള്ളതാണ് കണക്ക്. പുകവലിക്കുന്നവർക്ക് ഈ ഇൻഫർമേഷൻ നന്നായിട്ട് അറിയാം. പുകവലി ഹാനികരമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ പുകവലി ഉപേക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന പുകവലിക്കുന്ന ആൾക്കാർക്ക് ഒരു ദിവസം പോലും പുകവലിക്കാണ്ടിരിക്കാൻ സാധിക്കുകയില്ല. പുകവലിക്കാതെ ആകുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഈ പറയുന്ന പെട്ടെന്നുള്ളൊരു ഇടിപ്പ്, ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടും. പെട്ടെന്നൊരു വായിൽ ഉമിനീര് പെട്ടെന്ന് കുറേ അധികം വരാൻ തുടങ്ങും. അതുപോലെ തന്നെ ഭയങ്കര ഇറിറ്റേഷനൊക്കെ ആകും, പല ഹെഡേക്ക് ആവും, വയറിന് അസ്വസ്ഥതയാവും, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ അവർ വീണ്ടും വീണ്ടും ഈ പറയുന്ന പുകയില ഉൽപ്പന്നങ്ങൾ, പുകവലി മാത്രമല്ല പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഈ ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് വളരെ ചെറിയ ഒരു സയൻസാണ്. ഈ പറയുന്ന പുകയില ഉൽപ്പന്നങ്ങളിൽ, അത് ബീഡി, സിഗരറ്റ്, ബാക്കി നമ്മൾ കഴിക്കുന്ന പുകയില, ഇങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളിലും നിക്കോട്ടീൻ എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്. ഈ നിക്കോട്ടീൻ നമ്മുടെ തലച്ചോറിൽ ചെന്നിട്ട് അവിടെ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ, ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യും. ഈ ഡോപ്പമിൻ്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്നുള്ള ഒരു ഉത്സാഹം, ഒരു എനർജി, ഒരു ഉണർവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും. അപ്പോൾ അത് നല്ലൊരു കാര്യമല്ലേ? അല്ല, അതൊരു വളരെ ദോഷമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഉണർവ്, ഈ ഒരു എനർജി നിക്കോട്ടിൻ ശരീരത്തിലുള്ള സമയത്ത് മാത്രമേ ഈ ഡോപ്പമിൻ ഉണ്ടാക്കുകയും അത് ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ നിക്കോട്ടിൻ പോകുമ്പോൾ തന്നെ ഡോപ്പമിൻ്റെ അളവ് കുറയുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് ഈ പറയുന്ന നിക്കോട്ടിൻ എടുക്കാനായിട്ടുള്ള ഒരു കൊതി, ഒരു ക്രേവിങ് വരാൻ തുടങ്ങും. അപ്പോൾ ഒരു ദിവസം ഒരു സിഗരറ്റ് വലിക്കുന്ന ആൾ അടുത്ത ദിവസം അത് 2 സിഗരറ്റായിട്ട് മാറും. കാരണം ഈ പറയുന്ന നിക്കോട്ടീൻ്റെ അളവ് ഓരോ പ്രാവശ്യവും കൂടി പോകും, ഡോപ്പമിനെ തലച്ചോറിൽ നിന്നും റിലീസ് ചെയ്യിപ്പിക്കാനായിട്ട്. അങ്ങനെയാണ് ഈ പറയുന്ന സ്മോക്കിംഗ് അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾക്കായിട്ടുള്ള അഡിക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. നമ്മൾ സോഷ്യൽ മീഡിയകളിലും ബാക്കി പല സ്ഥലത്ത് നമ്മൾ കാണുന്നതാണ്. ക്യാൻസർ, അങ്ങനെ പറഞ്ഞിട്ട് കുറേ അധികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ പലരും ഈ പുകവലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഹാർട്ടിൻ്റെ അസുഖമുള്ളതൊക്കെ ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ പുകവലി ഉപേക്ഷിക്കാൻ വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു നിക്കോട്ടിൻ, ഡോപ്പമിൻ കാരണം അവർക്ക് ഈ പുകവലി ഉപേക്ഷിക്കാൻ സാധിക്കാണ്ട് വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പുകവലിയെ ഉപേക്ഷിക്കാൻ സാധിക്കുക? നമ്മൾ അവരെ കുറേ പറഞ്ഞിട്ടോ കാര്യമില്ല. എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ കാണുന്നത്. ഇതാണ് നിക്കോട്ടിൻ ചൂയിങ്ങം. അപ്പോൾ ഇതൊരു നിക്കോട്ടിൻ ചൂയിങ്ങം നമ്മൾ ഈ ക്രേവിങ് വരുന്ന സമയത്ത്, ഈ പുകവലിക്കാനായിട്ടുള്ള കൊതി വരുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന ക്രേവിങ് ഇല്ലാതെയാവും. പിന്നെ ഓരോ ദിവസം ഈ പറയുന്ന ചൂയിങ്ങത്തിൻ്റെ ഡോസ് കുറച്ച് നമുക്ക് ഈ പറയുന്ന സ്മോക്കിങ്ങിനെ ഉപേക്ഷിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ ഈ നിക്കോട്ടിൻ ചൂയിങ്ങം ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർക്കായിട്ട് ഈ നിക്കോട്ടിൻ പാച്ച് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരുന്നുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന് തൊലിക്ക് മുകളിൽ ഒട്ടിച്ചു വെക്കുന്നതാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഈ നിക്കോട്ടിൻ ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിലോട്ട് ഇത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ക്രേവിങ്, ഈ കൊതി വലിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ പുകയില ഉപയോഗിക്കാനായിട്ടുള്ള ക്രേവിങ് ഇല്ലാണ്ടാവും. ഇങ്ങനെ ഇതും ഉപയോഗിക്കാൻ സാധിക്കാത്ത ആൾക്കാർക്കായിട്ട് ഈ നിക്കോട്ടീൻ്റെ റിലീസ് ചെയ്യിപ്പിക്കുന്ന പല ടാബ്ലറ്റ്സും നമ്മുടെ മാർക്കറ്റിൽ വരുന്നുണ്ട്. ബിപ്പിരിപ്പിയോൺ അല്ലെങ്കിൽ വെർണിസിലിൻ എന്ന് പറഞ്ഞിട്ട് കുറേ ടാബ്ലറ്റ്സും വരുന്നുണ്ട്. അപ്പോൾ അധികം കുറേ കാലമായിട്ട് പുകവലിക്കുന്ന ആൾക്കാർ, പുകവലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന സാധനങ്ങളെ
ഇതിൽ ആശ്രയിച്ച് ഈ പറയുന്ന ടാബ്ലറ്റ്സ്, ഈ പറയുന്ന നിക്കോട്ടിൻ പാച്ച് അല്ലെങ്കിൽ ചൂയിങ്കം ഉപയോഗിച്ചിട്ട് സ്മോക്കിംഗ് ഉപേക്ഷിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. സ്മോക്കിംഗ് വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പുകയില ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. അത് പല മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള അസുഖങ്ങളെ ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും ഈ പുകവലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു ഡോക്ടറെ കാണുക. ഈ നിക്കോട്ടിൻ ചൂയിങ്കം ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് സ്മോക്കിംഗ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ, ഉപേക്ഷിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.